അഖ്ലിസിൽ അമല, മോനെ നിനക്ക് കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം, എങ്കിൽ യുജ്സീക മിൻഹുൽ ഖലീൽ, കുറച്ചു മതി. നീ അങ്ങനെ സ്റ്റേറ്റ് നേതാവെന്നാവണമെന്നില്ല. യൂണിറ്റിന്റെ കാലത്ത് തന്നെ മരിച്ചുപോയി എന്ന് വിചാരിച്ചോ, ദാറ്റ്സ് ഇനഫ്, അത് മതി. ഉള്ള 2 സുംറ ഭംഗിയായി നടത്തിയില്ലേ, അത് മതി. കിട്ടുന്നില്ല. പേര് ഫായിസ്, വയസ്സ് 19, ദേശം കുളപ്പുറം, കുഞ്ഞിളം കാലത്ത് മരിച്ചുപോയ മോനല്ലേ. എത്രയാ കിട്ടണത്? 4 മോമിനീങ്ങൾ നല്ലത് പറഞ്ഞാൽ കിട്ടൂലേ സ്വർഗം? ഹദീസല്ലേ എഴുതി വെച്ചേക്കണത്, കണ്ടോ? കാലം 28, പേര് ഓ ഖാലിദ്. എത്ര പതിറ്റാണ്ടുകളായി ഖാലിദ് കാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അഖ്ലിസിൽ അമല യുജ്സീക മിൻഹുൽ ഖലീൽ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പണി കുറച്ച് മതി. എല്ലാ സമ്മേളനത്തിന്റെയും ചെയർമാൻ നമ്മളാവണമെന്നൊന്നുമില്ല. ചെയർമാനായ ഒരു കാലം, അക്കാലം വേറൊന്നിനു വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, വേറൊന്നിനു വേണ്ടിയല്ല. എല്ലാ ജാടകളും മനസ്സൊന്ന് മാറ്റി വെക്കുക, അതൊക്കെ നിർത്തുക. ഇബ്ലീസ് നല്ലോണം പിഴപ്പിക്കുക. ഇബ്ലീസ് ആദ്യം ശ്രമിക്കല് ആ അമല് ചെയ്യാതിരിക്കാനുള്ള പണിയാണ്. പക്ഷെ മൂപ്പര് ചെയ്യാതിരിക്കൂലെന്ന് കണ്ടാൽ അതിൽ വെള്ളം ചേർക്കാനുള്ള പരിപാടിയാണ് ഇബ്ലീസ് അടുത്ത പണി നോക്കുക. അതാണ് നമ്മളിലൂടെ ഇബ്ലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാലിമിനെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കേണ്ടത്? പഠിച്ചോ. ഒരു സയ്യിദിനെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കേണ്ടത്? ഉഖ്റവിയായ മദദ് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ വമൻ ദഖലഹു കാന ആമിന. ആ മഹാന്റെ ഹൃദയത്തിൽ ഒരിടം നേടി ആ മഹാൻ സ്വർഗത്തിലെത്തുമ്പോൾ എനിക്കും സ്വർഗത്തിൽ ഒരു സ്ഥാനം കിട്ടണം. ഇതിനാണ് നമ്മൾ മഹാന്മാരെ സ്നേഹിക്കേണ്ടത്. അതുപോലെ അവരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വീട്ടിലേക്ക്. എന്തിന്? എൻ്റെ വീട്ടിൽ വന്നിട്ട് തങ്ങളൊന്ന് നിസ്കരിച്ചു തരാവോ? ബുഖാരിയിലുണ്ട്. എന്തിനാണ് വിളിച്ചേക്കണത്? അതാ ഫത്തുഹുൽ ബാരിയിൽ പറയാ, അവിടെ നിന്ന് നിസ്കരിപ്പിച്ച് ആ സ്ഥലം ബർക്കത്തുള്ള സ്ഥലമായി. ഇനി നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ. ഇതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാവേണ്ട ഒന്ന്. മഹാന്മാരെ കൊണ്ട് നമുക്ക് ബർക്കത്ത് കിട്ടണം. ഒരു ഫോട്ടോ ഒന്നിച്ചെടുക്കണമെന്നോ വേറൊരു സ്ഥാനം കിട്ടണമെന്നോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പുതിയ കാലത്തെ ട്രെൻഡുകളിൽ ഒന്ന് പറഞ്ഞു മാത്രം.